നീ സിനിമയിൽ അഭിനയിക്കാൻ പോയിരുന്നോന്നു? പോയിരുന്നു. ഞാനത് വിലക്കിയതല്ലേ? ഞാൻ പോകുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചതാ. പക്ഷെ ചേച്ചി എന്നെ നിർബന്ധിച്ചു. അച്ഛനോടും അമ്മയോടും പറയണമെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന്. നീ വലിയ ആളായി കഴിയുമ്പോ അവര് നിന്റെ പിന്നാലെ വന്നോളൂ എന്നൊക്കെ ചേച്ചി പറഞ്ഞു. അങ്ങനെയൊന്നും അല്ല. ഈ പ്രിയ പറയുന്ന സത്യമൊന്നും അല്ല അച്ഛാ. ഞാൻ പറയുന്ന സത്യം അച്ഛാ. ഇവിടെ കണിമംഗലത്ത് പോലും ആരോടും പറയണ്ടെന്നാ ചേച്ചി പറഞ്ഞത്. എന്നോട് ക്ഷമിക്കണം അച്ഛാ. ഞാൻ കരുതിയത് എപ്പോഴെങ്കിലും അച്ഛനോട് ചേച്ചി പറഞ്ഞിട്ടുണ്ടാവുമെന്നാ. നീ ഫോൺ വെച്ചോ. ശരി അച്ഛാ. കേട്ടില്ലേ? ഇവളാരെ അറിയിച്ചിട്ടില്ല. അവള് ജീവിക്കുന്ന കണിമംഗലത്തെയും ആരെയും അറിയിച്ചിട്ടില്ല. അപ്പൊ പിന്നെ ഇവളുടെ ഉദ്ദേശം എന്താ? എന്താടി കാണിച്ചത്? എന്താ നീ കാണിച്ചെന്ന്? മുത്തശ്ശി പറയുന്നൊക്കെ സത്യം തന്നെയാണോ? പ്രിയങ്ക കണിമംഗലത്ത് നിന്ന് ഇറക്കാനാണോ നീ നോക്കിയത്? അമ്മേ, ഇനിയൊരു വിശദീകരണം ഇവിടെ ആർക്കും കേൾക്കണ്ട. എനിക്കിനിയൊരു വിശദീകരണം കേൾക്കുകയും വേണ്ട. വാക്കിന് വില കൽപ്പിക്കുന്ന ദേവനാരായണന് വാക്ക് തെറ്റിക്കുന്നവരെ ശത്രുക്കളെ പോലെ കണ്ടാ ശീലം. ദൈവം വാക്ക് മാറ്റിയാൽ പോലും നിന്റെ വാക്കുകൾക്ക് മാറ്റം വരില്ല എന്ന് വിശ്വസിച്ചിരുന്നവനാ ഞാൻ. ജീവശ്വാസം പോലെ നിന്നെ സ്നേഹിച്ചിരുന്ന എന്നെയാ നീ ചതിച്ചത്. ആ നിന്നോട് ഒരിക്കലും ഞാൻ പൊറുക്കില്ല. കടന്നു പോ എന്റെ മുന്നിൽ നിന്ന്. പറഞ്ഞത് കേട്ടില്ലടി. ഇനി എന്തിനാ നീ നോക്കി നിൽക്കുമേ? ഇറങ്ങ, പടിക്ക് പുറത്തിറങ്ങാൻ. മുത്തശ്ശി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. പ്രിയങ്ക എന്നോട് എന്തൊക്കെയാ പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. നിന്നോട് ഇനി വായിട്ട് അലക്കണ്ടെന്നല്ലേടി പറഞ്ഞത്? ദേവന് വേണ്ടാത്ത നിന്നെ ആറ്റുവാ ശരിക്കും വേണ്ട. ഇങ്ങോട്ട് ഇങ്ങോട്ട് പോ. ഇറങ്ങടി അങ്ങോട്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അങ്ങോട്ട് ഇറങ്ങാൻ. മുത്തശ്ശി, മുത്തശ്ശി അങ്ങനെയല്ല. പോടി അങ്ങോട്ട്. കഥ തുറക്ക്. ആറ്റുവാശ്ശേരി കുടുംബം നീയുമായിട്ട് ഇനി യാതൊരു ബന്ധവുമില്ല. ഇറങ്ങി പൊയ്ക്കോണം ഇവിടുന്ന്.